നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. അടിച്ചും തിരിച്ചടിച്ചും ഇറാനും അമേരിക്കയും ഇസ്രയേലും സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ അതാ ഇന്ത്യയിൽ നിന്നും അടിയന്തര സഹായം സ്വീകരിക്കാനായി ഇറാൻ നിയോഗിച്ച വിമാനം അമേരിക്ക ആക്രമിച്ചിരിക്കുകയാണ്. ഇറാനിലെ മഷ്ഹദ് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച യുഎസും ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണത്തിൽ മഹാൻ എയർ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി ഷെഡ്യൂൾ ചെയ്ത വിമാനമായിരുന്നു എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. ഈ ആഴ്ച ഈ വിമാനം മെഡിക്കൽ സാമഗ്രികളും ഇറാനിയൻ ജനങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളും ശേഖരിക്കാൻ ഡൽഹിയിലേക്ക് പറക്കേണ്ടതായിരുന്നുവെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടില്ല. മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും എത്തിക്കുന്ന ഇറാനിയൻ വിമാനത്തിന് നേരെയുണ്ടായ ആക്രമണം ഒരു യുദ്ധക്കുറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ സിവിൽ ഏവിയേഷന്റെ പ്രസ്താവന ഇന്ത്യയിലെ ഇറാൻ എംബസി എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനമാണ് എന്ന് പ്രത്യേകം പറയുന്നില്ല. നിരവധി രാജ്യങ്ങളിൽ നിന്നും ഇറാനിലേക്ക് മരുന്നും വൈദ്യ ഉപകരണങ്ങളും എത്തിച്ചിരുന്ന ഇറാനിയൻ യാത്രാ വിമാനത്തിന് നേരെ ഇസ്രായേലി അമേരിക്കൻ ആക്രമണം നടന്നു എന്നും ഇറാന്റെ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഈ നടപടിയെ ശക്തമായി അപലപിച്ചിരുന്നെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇത്തരം വിമാനങ്ങളെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര വ്യോമയാന ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മാനുഷിക നിയമങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഓർഗനൈസേഷന്റെ പ്രസ്താവന. മഷ്ഹദ് വിമാനത്താവളത്തിൽ യുഎസ് നടത്തിയ ആക്രമണത്തിലാണ് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. വിമാനം ഏപ്രിൽ 1 ഡൽഹിയിലേക്ക് പോകാനിരുന്നതാണ്. മാർച്ച് 18 ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി വഴി ഇന്ത്യ മെഡിക്കൽ സഹായം ഇറാനിലേക്ക് അയച്ചിരുന്നു. ഡൽഹിയിലെ ഇറാനിയൻ എംബസി ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മഹാൻ എയർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ എയർലൈൻ ആണ്. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണേഷ്യ, തെക്കു കിഴക്കൻ ഏഷ്യ, കിഴക്കേഷ്യ എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങളിൽ വിമാന സർവീസുകൾ ഇവർ നടത്തുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക ആസ്ഥാനങ്ങളും ലക്ഷ്യമിട്ടുള്ള അതിശക്തമായ കരസേന നീക്കത്തിനാണ് പദ്ധതിയിടുന്നത്. കേവലം വ്യോമാക്രമണങ്ങൾ കൊണ്ടോ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടോ ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന വിലയിരുത്തലാണ് പെന്റഗൺ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുകയും മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യം അവസാനിപ്പിക്കുവാനും ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് സൈനിക നീക്കവും ആഗോള വിപണിയെ തകർക്കാൻ പര്യാപ്തമാണ്. ഇതിനോടകം തന്നെ 10,000-കണക്കിന് അമേരിക്കൻ സൈനികരെ മേഖലയിൽ വിന്യസിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും സൂചനയുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം വെറുമൊരു പ്രാദേശിക സംഘർഷമായി ഒതുങ്ങാൻ സാധ്യതയില്ല. ഇറാന്റെ അടുത്ത സഖ്യകക്ഷിയായ റഷ്യയും ചൈനയും ഇതിനോടകം തന്നെ തങ്ങളുടെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ഇറാനിൽ ഒരു സൈനിക നടപടി ഉണ്ടായാൽ അത് ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ ബാധിക്കും. ഇസ്രയേലും അമേരിക്കയും ഒരു വശത്തും ഇറാൻ അവരുടെ സായുധ ഗ്രൂപ്പുകളും മറുവശത്തും നിൽക്കുന്ന ഈ പോരാട്ടം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ.